ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് ഓഫ് ഇന്ത്യ കേരള ഘടകം സംഘടിപ്പിക്കുന്ന ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേള സയൻസ് 2024 ഓഗസ്റ്റ് 1 മുതൽ 5 വരെ തിരൂർ മലയാള സർവകലാശാല ക്യാമ്പസിൽ വെച്ച് നടക്കും. ക്യാമ്പസിലെ ചിത്രശാല, രംഗശാല, തിയേറ്ററുകളിലായാണ് മേള നടക്കുക. യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് ഫിലിം സ്റ്റഡീസിന്റെ സഹകരണത്തോടെ നടക്കുന്ന മേളയുടെ സംഘാടനത്തിൽ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സഹകരിക്കുന്നുണ്ട്. ഓഗസ്റ്റ് 1 വൈകിട്ട് 6 മണിക്ക് രംഗശാലയിൽ ഡോക്യുമെന്ററി സംവിധായകൻ ആനന്ദ് പട്വർദ്ധൻ മേള ഉദ്ഘാടനം ചെയ്യും. മന്ത്രി വി അബ്ദുറഹ്മാൻ മുഖ്യാതിഥിയാകുന്ന ചടങ്ങിൽ ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് ഓഫ് ഇന്ത്യ കേരള റീജിയണൽ അധ്യക്ഷൻ ടി.വി. ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തും. മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എൽ. സുഷമ്മ അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ എം.എൽ.എമാരായ കുറുക്കോളി മൊയ്തീൻ, പി. നന്ദകുമാർ, മേളയുടെ ആർട്ടിസ്റ്റിക് ഡയറക്ടർ പ്രേമേന്ദ്ര മജുംദാർ എന്നിവരും പങ്കെടുക്കും. ഫെസ്റ്റിവൽ ബുക്ക് മന്ത്രി വി അബ്ദുറഹ്മാൻ പ്രകാശനം ചെയ്യും. ആനന്ദ് പട്വർദ്ധൻ സംവിധാനം ചെയ്ത വിവേക് എന്ന ഡോക്യുമെന്ററി മേളയുടെ ഉദ്ഘാടന ചിത്രമായി പ്രദർശിപ്പിക്കും. 26 ഡോക്യുമെന്ററികളും 18 ഹ്രസ്വചിത്രങ്ങളും ജോൺ എബ്രഹാം ദേശീയ പുരസ്കാരത്തിനായി നടക്കുന്ന മേളയിൽ മത്സരിക്കും. 50,000 രൂപയും പ്രശസ്തി പത്രവും പ്രശസ്ത ചിത്രകാരനും ശില്പിയുമായിരുന്ന CN കരുണാകരൻ രൂപകൽപ്പന ചെയ്ത ശില്പവുമാണ് ജോൺ എബ്രഹാം പുരസ്കാരം. വാർത്താ സമ്മേളനത്തിൽ രജി എം. ദാമോദരൻ, മധു ജനാർദ്ദനൻ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല. എംപയർ കോളേജ് ഓഫ് സയൻസ്, മൂടാർ, കുറ്റിപ്പുറം, മലപ്പുറം.